മസ്കറ്റ് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ മസ്കറ്റ് സംഗമവും തണൽ ജീവകാരുണ്യ പദ്ധതി സമാപനവും സംഘടിപ്പിച്ചു. കൊട്ടാരക്കര MGM സ്കൂളിലായിരുന്നു പരിപാടി. ഇടവക വികാരി ഫാദർ തോമസ് ജോസ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനം പുനലൂർ ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ യുഹാനോൻ മാർ ദേവദോറസ് ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പ്രാപ്തമാക്കുവാൻ മനുഷ്യന് ആവശ്യമായിട്ടുള്ള രണ്ട് കഴിവുകളാണ്. ഒന്ന് ദൈവാത്മകമായ ആത്മീയ സംരക്ഷണം, രണ്ട് പരലോകമായ സാമൂഹിക പ്രവർത്തനം. ഈ രണ്ട് കഴിവുകളിലൂടെയാണ് മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് കരകയറാൻ സാധിക്കുന്നത്. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസസ് 24 മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാഹ്യകേരള ഭദ്രാസനങ്ങളിലെ ഒരു ദേവാലയമാണ് മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവക. കഴിഞ്ഞ 55 വർഷങ്ങൾ ഇടവക പിന്നിട്ടിരിക്കുന്നു. ഇടവകയിൽ നിന്ന് ആദ്യകാല പ്രവർത്തകർ പലരും തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്നു. എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ഗൾഫ് മലയാളികൾക്ക്, ഒമാൻ മലയാളികൾക്ക്, മസ്കറ്റ് മലയാളികൾക്ക് നാട്ടിൽ വിവിധ രംഗങ്ങളിൽ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സന്ദർഭം ആണ് ഇന്ന് മസ്കറ്റ് മഹാ ഇടവകയുടെ ഒരു മസ്കറ്റ് സംഗമം ഇവിടെ കൊട്ടാരക്കര മൈലം മാർ ഗ്രിഗോറിയോസ് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. വീട് വെച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രകാശധാര സ്പെഷ്യൽ സ്കൂളിൻ്റെ ഡയറക്ടർ അച്ഛനെ ഒരു ആദരവ് നൽകുന്നു. മസ്കറ്റിൽ നിന്നും വിശ്രമജീവിതം നയിക്കുവാൻ നാട്ടിലെത്തിയിട്ടുള്ള, അങ്ങനെ നാട്ടിൽ ഇപ്പോൾ താമസിക്കുന്നവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സ്നേഹ സൗഹൃദം പങ്കിടുന്നു, അവരെ ആദരിക്കുന്നു. ഈ ഇടവകയുടെ മെത്രാപ്പൊലീത്തയായിട്ട് 12 വർഷം 2010 മുതൽ 2022 അവസാനം വരെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി നാം കരുതുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ നേതൃത്വത്തിന് കീഴിൽ വിവിധ കാലങ്ങളിൽ ആയിട്ട് വിവിധ മെത്രാപ്പൊലീത്തന്മാരുടെ കീഴിൽ ഈ ഇടവക വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ദീർഘകാലം ഇത് ബാഹ്യകേരള ഇടവക ആയിട്ട് ആദ്യം ആരംഭിച്ചു. തുടർന്ന് ദീർഘകാലം കൽക്കട്ട ഭദ്രാസനത്തിലെ ദിവംഗതനായ സ്തേപ്പാനോസ് മാർ തെവോദോസ്യസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ആണ് ഇടവകയുടെ വളർച്ച ഏറ്റവും കൂടുതൽ ഉണ്ടായത്. എക്യുമെനിക്കൽ പ്രവർത്തനങ്ങൾക്ക് വലിയ മാതൃകയാണ്. വലിയ പള്ളി, ഓർത്തഡോക്സ് പള്ളിയും മാർത്തോമ ഇടവകയും രണ്ടും ഒന്നിച്ച് ചേർത്ത് വലിയ ദേവാലയം വെച്ച് 2000 മുതൽ അവിടെയാണ് ആരാധന നടത്തുന്നത്. തെവോദോസ്യസ് തിരുമേനി ഓർക്കുന്നു. ഇപ്പോൾ ബലഹീനായി നമുക്ക് ശേഷം ഇപ്പോൾ ഈ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനിയാണ്. അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ കീഴിലുള്ള പള്ളിയായിട്ടാണ് 2010 മുതൽ ഈ ഇടവക പ്രവർത്തിക്കുന്നത്. ഇടവകയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. മസ്കറ്റ് സംഗമം എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ 2 വർഷമൊക്കെ കൂടുമ്പോഴാണ് സാധനം നടത്തുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്കറ്റിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സുകാർ ഇപ്പോൾ ലീവിന് വരികയും ഇവിടെ ഇപ്പം നാട്ടിലുണ്ടായിരിക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടി ഉള്ള ഒരു കൂടി വരവ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടി വന്ന് പിന്നെ ഞങ്ങളുടെ അപ്പോഴത്തെ സൗകര്യത്തിൽ പിന്നെ ഞങ്ങളുടെ തിരുമേനിമാരെയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളുടെ പഴയ അച്ഛന്മാരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി എല്ലാവരുമായിട്ട് ഒരു പരസ്പര സ്നേഹം പുതുക്കാനായിട്ട് ആ ബന്ധത്തിലേക്ക് വീണ്ടും ആയിരിക്കാനുള്ള ഒരവസരമെന്ന് മാത്രമല്ലാതെ ഇതിന് മറ്റുള്ള ഇതുണ്ട്. ഇതിനോടൊപ്പം തന്നെ മസ്കറ്റിൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ കൊടുക്കലും ഒക്കെ ഈ സമയത്ത് സാധാരണ ചെയ്യാറുണ്ട്. അപ്പം ഈ വർഷം തന്നെ ഞങ്ങൾ കുറേ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ താക്കോൽ ദാനം ഒക്കെ ചെയ്യാനായിട്ട് പലരും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നല്ല നന്മ പ്രവർത്തികളൊക്കെ ചെയ്ത് പിന്നെ ചെയ്യുന്ന ചില അച്ഛന്മാർക്കും
പ്രമുഖരായിട്ടുള്ള ചില വ്യക്തികൾക്കെല്ലാം അവാർഡ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ ഈ വർഷം ഒരച്ഛന് വളരെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരച്ഛന് അവാർഡ് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനകത്ത് മറ്റൊന്നുമില്ല, ഞങ്ങളുടെ ഒരു എല്ലാവരുടെ കൂടി വരുമ്പോൾ തമ്മിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് സ്നേഹിക്കാൻ, ആ ബന്ധം ഒന്ന് പുതുക്കാനുള്ള ഒരു അവസരം, അതാണ് മനോഹരമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഇതിനപ്പുറത്തോട്ട് വേറൊന്നുമില്ല. നമ്മളെല്ലാം നാളെ കടന്നു പോകേണ്ട ആൾക്കാരല്ലേ. അപ്പോൾ ഇവിടെ ആയിരിക്കുന്നിടത്തോളം കാലം ഒരു ഒത്തൊരുമ, ഒരു കൂടിവരവ്, ദാറ്റ്സ് ഓൾ. അൽമയ ട്രസ്റ്റി റോണി വർഗീസ്, എബ്രഹാം, ഗീ വർഗീസ് യോഹന്നാൻ, സജീവ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വീടുകൾ നിർമ്മിച്ചതിൻ്റെ താക്കോൽദാന ചടങ്ങും നടത്തി. നൂറുകണക്കിന് പ്രവാസി കുടുംബങ്ങൾ പങ്കെടുത്തു. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചുട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.